ഗുരുശരണം ഓം അരുണാചലേശ്വരായ നമ ഓം നമ പാർവതീപതയെ ഹരഹര മഹാദേവ്. അപ്പോൾ ഇന്ന് രാവിലെ 9:45 കഴിഞ്ഞു. ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. പോണ വഴിക്ക് എവിടെ കയറും എന്താണെന്നറിയില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഈ യാത്രയിൽ ഫൈനൽ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ തിരുവണ്ണാമല, അതിൻ്റെ ഏറ്റവും മുകളിൽ ഇതാണ് കാണുന്നത്. നോക്കുക, അതിൻ്റെ ഇപ്പുറത്ത് വേറെ താഴെ ഇവിടെ ആയിട്ട് അടുത്ത ശിഖരം കാണുന്നുണ്ട് കേട്ടോ. അതുകൂടാണ്ട് ഈ മുകളിൻ്റെ റൈറ്റ് സൈഡിൽ വേറൊരു ശിഖരമുണ്ട്. അത് ഇന്ന് ഞാൻ കാണിച്ചിരുന്നു. രാവിലെ കാറിൽ യാത്ര ചെയ്യുമ്പോൾ കാണിച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അതിനോടടുക്കും തോറും ഒരു എനർജി ഫീൽ ചെയ്യും. നമ്മൾ അതിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എനർജി ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഈ തിരുവണ്ണാമലയുടെ മുകളിൽ ശിവപാദം ഉണ്ടെന്നാണ് പറയുന്നത്. ഈ കാർത്തിക ദീപത്തിൻ്റെ സമയത്ത് ആൾക്കാർ അങ്ങോട്ട് പോകും. ഇപ്പോൾ ഫോറസ്റ്റ് റെസ്ട്രിക്റ്റഡ് ഏരിയ ആയതുകൊണ്ട് പെർമിഷൻ ഇല്ല. അതിൽ ഇങ്ങേയറ്റം കാണുന്ന കണ്ട അത് ആ പാറയിടുക്കുകളൊക്കെ കണ്ട അതിനൊരു പ്രത്യേകതയുണ്ട് ആ ഭാഗത്തിന്. അവിടെയാണ് ഈ സ്കന്ധാശ്രമവും വിരൂപാക്ഷ ഗുഹയും എല്ലാം മുലപ്പാൽ തീർത്ഥമൊക്കെ ആ ഭാഗത്താണുള്ളതെന്ന് തോന്നുന്നു കേട്ടോ. ഇതുമല്ല, ഇതിപ്പോൾ സാധാരണ പാറ പോലെ കാണുന്നുണ്ട്. പക്ഷേ ഞാൻ ഇന്നലെ രാത്രി എടുക്കുമ്പോൾ ഒരു റെഡ് കളർ എനിക്ക് കിട്ടുന്ന ഒരിതനുസരിച്ച് ഇതിന് ചൊവ്വാഗ്രഹത്തിലുള്ള പാറകളുമായിട്ട് ചിലപ്പോൾ ആ സാമ്യം ഉണ്ടാകാം. എന്തെങ്കിലും പണ്ട് പൊട്ടിത്തെറിച്ചാണെന്നല്ലേ പറയുന്നത്. ഈ ഭാഗം ചൊവ്വാഗ്രഹത്തിൻ്റെ അത് ചുമപ്പാണ്. അതുമായിട്ട് ഈ ഭാഗത്തിന് പ്രത്യേകത ഉണ്ടാകാൻ തോന്നുന്നു ഭൗമശാസ്ത്രപരമായിട്ട് കേട്ടോ. എൻ്റെ ഒരു അറിവ് പറയാം. ഇപ്പോൾ 3 ഇത് കഴിഞ്ഞിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ 4ാമത്തെ ഒരു ശിഖരം കാണാം കണ്ടോ. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നടുക്കുള്ള ആ ശിഖരത്തിൻ്റെ 2 വശവും ഇടതും വലുതുമായിട്ട് ചെറിയ 2 ശിഖരങ്ങൾ കാണാം. ഈ പർവ്വതം ഈ മലയുടെ കണ്ടോ. ഇപ്പുറത്തൊരു ശിഖരം കാണാം, അവിടെ ഒരു ശിഖരം കാണാം. ഓരോരുത്തരും ഓരോ രൂപത്തിലായിരിക്കും, ഓരോ രീതിയിലായിരിക്കും ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് കാണുന്നു എന്ന് ഞാൻ പറയുന്നില്ല. കുറേ ചിത്രശലഭങ്ങൾ പറക്കുന്നുണ്ട്. ഇത് എരിക്കിൻ്റെ നേരത്തെ കാണിച്ചത് ആ വീഡിയോ റെക്കോർഡായില്ല. ഇതെരിക്കും ശിവന് പ്രധാനപ്പെട്ടത് കണ്ടോ. ഇത് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ വടക്ക് വശത്തുനിന്ന് എടുക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് ഞാൻ എടുത്തത്. ഇതിപ്പോൾ ഇപ്പോൾ വടക്കോട്ട് നോക്കിയിരിക്കുകയാണെങ്കിൽ ഇടതുവശം ആ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു ചെറിയ ശിഖരം കാണുന്നുണ്ട്. പിന്നെ ഇത് കൂടാണ്ട് വലതുവശത്ത് വേറെ ശിഖരം കാണും കേട്ടോ. വലതുവശത്ത് ഇപ്പോൾ നമ്മൾ നേരെ മലയുടെ ഇത് കാണുന്ന കണ്ടോ, ആ ഒരിത് കാണുന്ന കണ്ടോ. അത് ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ വന്ന് തന്നെ അനുഭവിക്കണം ഇത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ആ ഒരിത് മാറും. അതൊന്ന് അറിയിക്കുകയാണ്. ഇവിടെ കെട്ടിടത്തിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ കാര്യം എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളെന്ന് പറയുന്ന പോലെ പണം ചെയ്യാനായിട്ട് മാത്രം, അതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് തോന്നുന്നു. ഇത് കണ്ട ഇവിടെ ശിഖരം കണ്ട് ഇപ്പുറത്ത് വേറൊരു ശിഖരം. അതുകൂടാണ്ട് ഇവിടെ നിന്നാൽ ആ ശിഖരങ്ങൾ അത് കാണാം. ഇതിപ്പോൾ റോഡിലെത്തി ഞങ്ങൾ കേട്ടോ. റോഡിലെത്തി ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് നടക്കുമ്പോഴാണ് ഇടുപ്പ് പിള്ളയാർ എന്ന് പറഞ്ഞാൽ ഇത് ഗിരിവലം ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. ഞങ്ങൾ താമസിച്ച വീട് നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ്, അങ്ങേയറ്റം കാണുന്നതാണ് ARBNBയുടെ. പരിമിതമായ സൗകര്യങ്ങളാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നിർത്തുന്നു. ഇപ്പോൾ ഈ പോണ വഴിക്ക് ഏതാണെന്ന് വെച്ചാൽ ചെയ്യാം. തൽക്കാലം ഇവിടെ വെച്ച് ഈ വടക്ക് വശത്ത് വെച്ച് കുബേര സ്ഥാനമാണ് വടക്ക് വശം. ഇവിടെ വെച്ച് ഈ കുറേയധികം ആൾക്കാർ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് സാമ്പത്തികമായ ആഗ്രഹങ്ങൾ, സ്ഥലം വിൽപ്പനയ്ക്ക് വാങ്ങിക്കാൻ, അതുപോലെ ചിലർക്ക് വീട് വെക്കാനായിട്ട്, വീട് വാങ്ങിക്കാനായിട്ട്. കുറേയധികം ആൾക്കാരുടെ ജീവിതത്തിൽ ഭാഗ്യദേവത കടാക്ഷിക്കണം. അത് ലോട്ടറി ആയിട്ടോ നിധിയായിട്ടോ എന്തെങ്കിലും അവിചാരിതമായിട്ട് കുറേയധികം പണം ലഭിക്കണം. അതിനുമെല്ലാം സങ്കല്പം നൽകുന്നു. അതുപോലെ ആരോഗ്യപരമായ കാര്യം, സ്വന്തം ആരോഗ്യം, കുട്ടികളുടെ ആരോഗ്യം, അതുപോലെ വീട്ടിലുള്ള മറ്റാളുടെ, ഭർത്താവിൻ്റെ, ഭാര്യയുടെ, അച്ഛൻ്റെ, അമ്മയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനുമെല്ലാം ഇവിടെ നിന്ന് സങ്കല്പം നൽകുകയാണ്. അപ്പോൾ ഇവിടെ ഇത് കുബേരസ്ഥാനമാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് യമ സ്ഥാനമാണ്. അതോടൊപ്പം തന്നെ അവിടെ കാലഭൈരവൻ്റെ സ്ഥാനമാണ് കേട്ടോ. തെക്കാണ് കാലഭൈരവൻ്റെ സ്ഥാനം, എൻ്റെ ഗുരു പറഞ്ഞു തന്നതനുസരിച്ച്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നടക്കാനായിട്ട് ഇവിടെ ആ ശക്തി രൂപത്തിൽ ശിവശക്തി സാന്നിധ്യത്തിൻ്റെ അവിടെ പ്രാർത്ഥന ചെയ്യുകയാണ്.
കുറേ അധികം ആൾക്കാരുടെ ഓരോരോ പേരുകൾ മനസ്സിൽ വരുന്നു. ചിലർക്ക് സഞ്ചരിക്കാനുള്ള ആ ഒരു അവസ്ഥ ഇത് എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ട് ഒന്നുകൂടി ഊർജ്ജസ്വലരാകണം, സന്താന സൗഭാഗ്യം ഉണ്ടാകണം, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നല്ല ആരോഗ്യമൊക്കെ ഉണ്ടാകണം. അത് പറയുമ്പോൾ 2 കുട്ടികളുമായിട്ട് വരുന്നു കേട്ടോ, കൊച്ചുകുട്ടിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇവിടെ സങ്കല്പം ചെയ്യണം. ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ, ഓരോരുത്തരും ഇടുന്ന ആ വാട്സാപ്പ് മെസ്സേജുകൾ ഞാനിവിടെ വെച്ച് ഓർക്കുകയാണ്, സങ്കല്പം ചെയ്യണം. എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. പ്രത്യേകിച്ച് ഇത് മനസ്സിൻ്റെ ബോധതലത്തിന് ഉണർത്തുന്ന സ്ഥലമാണ് തിരുവണ്ണാമല കേട്ടോ. അപ്പോൾ അതിൻ്റെ എല്ലാവരുടെയും ബോധതലം ആ രീതി വരട്ടെ, എല്ലാവരും പോസിറ്റീവ് ആകട്ടെ എന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ്, ഓൾ താങ്ക് യു. ഓൾ നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസ പൈ.